നമസ്കാരം. ബയോളജിയിലെ കോശങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് കോശങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റായ കോശം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവജാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടനയാണ് കോശം എന്ന് പറയുന്നത്. പിന്നെ കോശത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തിയത് ആരാണ് എന്നാണ്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് കോശം കണ്ടെത്തിയത്. അപ്പോൾ ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റായ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. സെൽ എന്ന വാക്ക് ചെറിയ മുറി എന്ന അർത്ഥമായിരുന്നു. നമ്മൾ ഈ സെല്ലിൽ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് സെല്ലിൽ അകപ്പെട്ടു എന്നൊക്കെ പറയത്തില്ലേ, സെല്ലിൽ പിടിച്ചിട്ടു, ജയിലിൽ പിടിച്ചിട്ടു എന്ന് പറയത്തില്ല സെല്ല്, അല്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിൽ സെല്ല് എന്നൊക്കെ പറയും, സെല്ല് അടച്ചിട്ടേക്കുന്ന ഭ്രാന്തൻ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതേപോലെ സെല്ല് എന്ന് പറഞ്ഞ വാക്ക് മുറി, ചെറിയ മുറി എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. പിന്നെ സ്വാൻ ആൻഡ് ഷ്ലീഡൻ എന്നിവർ ചേർന്നാണ് സെൽ തിയറി തയ്യാറാക്കിയത്. അപ്പോൾ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ചേർന്നിട്ടാണ് സെൽ തിയറി തയ്യാറാക്കിയത്. ഒന്ന് സ്വാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും രണ്ട് ഷ്ലീഡൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും. അപ്പോൾ സെൽ തിയറി കൊണ്ടുവന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാനും ഷ്ലീഡനുമാണ്. ഓക്കെ, തിയഡർ സ്വാൻ പിന്നെ ഷ്ലീഡൻ, ഇത്രയും കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരുമാണ് സെൽ തിയറി കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ സെൽ തിയറിയിൽ റുഡോൾഫ് വിർഷോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പിന്നീട് പുതിയ കാര്യങ്ങൾ ചേർത്തു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇതിൻ്റെ ഇയർ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല, ഇതിൻ്റെ കാര്യങ്ങളാണ്, ഇതിൻ്റെ തിയററ്റിക്കൽ പോർഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെൽ തിയറി കൊണ്ടുവന്നത് സ്വാനും ഷ്ലീഡനുമാണ്. എന്നിട്ട് റുഡോൾഫ് വിർഷോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? സെൽ തിയറിയിൽ പുതിയ കാര്യങ്ങൾ ചേർത്തു. എന്താണ് റുഡോൾഫ് വിർഷോ ചേർത്ത കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. റുഡോൾഫ് വിർഷോ ചേർത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം സെൽ തിയറിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഒരു ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് സെല്ല് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് റുഡോൾഫ് വിർഷോ ചേർത്തത് പുതിയ സെല്ലുകൾ മുമ്പുണ്ടായിരുന്ന സെല്ലുകളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ന്യൂ സെൽസ് കം ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പുതിയ സെല്ലുകൾ മുമ്പുണ്ടായിരുന്ന പഴയ സെല്ലുകളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് റുഡോൾഫ് വിർഷോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പിന്നീട് കൂട്ടിച്ചേർത്തത്. അപ്പം ഇത്രയും ചേർക്കുകയാണെങ്കിൽ റുഡോൾഫ് വിർഷോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് സെൽ തിയറിക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കോശം എന്നർത്ഥമുള്ള സെല്ലാണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം. സ്വാനും ഷ്ലീഡനും കൂടി ചേർന്നാണ് സെൽ തിയറി കൊണ്ടുവന്നത്. ഇതിൽ റുഡോൾഫ് വിർഷോ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പോൾ സെൽ തിയറി മിക്ക ജീവജാലങ്ങൾക്കും ബാധകമാണെങ്കിലും വൈറസുകൾക്ക് സെൽ തിയറി ബാധകമല്ല. അപ്പോൾ സെല്ലിൽ നിന്നാണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞ സെല്ലാണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം. അതിൽ നിന്ന് മറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ കലകളുണ്ടാകുന്നു, കലകളുടെ കൂടിച്ചേർന്നിട്ട് അവയവങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ടാകുന്നു, അവയവങ്ങൾ കൂടിച്ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റംസ്. അപ്പോൾ ഓർഗൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർഗൻ സിസ്റ്റംസ്. ഇതെല്ലാം സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. അടിസ്ഥാനപരമായിട്ട് സെല്ലാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പിന്നെ എന്തുകൊണ്ടാണ് വൈറസുകൾക്ക് ഇത് ബാധകമല്ലാത്തത്? നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വൈറസുകൾക്ക് സെൽ തിയറി ബാധകമല്ലാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന അറിവ് വെച്ച് തന്നെ നിങ്ങൾക്കത് ആൻസർ ചെയ്യാം. കാര്യം സെൽ തിയറി വൈറസുകൾക്ക് ബാധകമല്ലാത്ത കാര്യം, വൈറസുകളൊരു ജീവൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ വൈറസുകൾക്ക് ജീവൻ വയ്ക്കുകയുള്ളൂ. ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ വൈറസിന് ജീവൻ വയ്ക്കും, പുറത്ത് നിൽക്കുമ്പോൾ അതിന് ജീവൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ തിയറി ഒരിക്കലും വൈറസുകൾക്ക് ബാധകമല്ല. അതുകൊണ്ടാണ് സെൽ തിയറി വൈറസുകൾക്ക് ബാധകമല്ലാത്തത്. വൈറസുകൾ ഒരു ശരീരത്തിൻ്റെ പുറത്ത് അവരുടെ ഹോസ്റ്റ് ഇല്ലെങ്കിൽ അവർ ഏത് ജീവിയുടെ പുറത്താണ് ജീവിക്കുന്നത്, ഉള്ളിലാണ് ജീവിക്കുന്നത്, ആ ജീവിയുടെ പുറത്ത് ജീവിക്കുമ്പോഴത്തേക്ക് വൈറസ് എന്തായിരിക്കും? ജീവനിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സെൽ തിയറി വൈറസുകൾക്ക് ബാധകമല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവയ്ക്ക് മറ്റൊരു ശരീരത്തിൽ കയറിയുള്ള ജീവൻ ഉണ്ടാവുള്ളൂ. ജീവനുള്ള ജീവികളെ പിന്നീട് നമുക്ക് പറയാനുള്ളത് രണ്ടായിട്ട് തിരിക്കും. ജീവനുള്ള ജീവികളെ എങ്ങനെയൊക്കെയാണ്? ഏകകോശ ജീവികളെന്നും ബഹുകോശ ജീവികളെന്നും രണ്ടായിട്ട് ജീവനുള്ള ജീവികളെ തിരിക്കും. അതെന്താണ് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും? ഏകകോശ ജീവികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ അറിയാം, ഒരു കോശം മാത്രമുള്ള ജീവികൾ, അമീബ, പാരമീഷ്യം പോലെയുള്ള ജീവജാലങ്ങൾക്ക് ഒരു കോശം മാത്രമാണുള്ളത്. അവയെ നമ്മൾ ഏകകോശ ജീവികളെന്ന് വിളിക്കും. ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള മനുഷ്യനെയും മറ്റ് മൃഗങ്ങളെയും ചെടികളെയും പോലെയുള്ളവയെ ബഹുകോശ ജീവികളെന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികൾ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ
ഏകകോശ ജീവികൾക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഒരു സെല്ലുള്ള ജീവജാലങ്ങൾ, പിന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന ബഹുകോശ ജീവികൾ, ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ജീവജാലങ്ങളെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏകകോശ ജീവികൾക്ക് ഒരു കോശവും ബഹുകോശ ജീവികൾക്ക് ഒന്നിൽ കൂടുതൽ കോശങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഏകകോശ ജീവികൾ ഏകകോശം അല്ലേ, ഏകകോശം, ഏകയായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒറ്റയ്ക്കിരിക്കുന്നു അല്ലേ. അപ്പോൾ ഏകകോശം എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കോശമാണ് ഏകകോശ ജീവികളിലുള്ളത്. ബഹുകോശ ജീവികൾക്ക് എന്താണ്, ഒന്നിൽ കൂടുതൽ കോശങ്ങളുണ്ട്. ബഹുകോശ ജീവിയായ മനുഷ്യന് 17.2 ട്രില്യൺ കോശങ്ങളുണ്ട്. അതിനകത്ത് കാണിച്ചിരിക്കുന്ന സംഖ്യകളാണ് 17.2 ട്രില്യൺ എന്ന് പറയുന്നത്. അത്രയും കോശങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് ഏകദേശ കണക്കനുസരിച്ച്. ഏകദേശ കണക്കാണ്, ഒരിക്കലും അത് ആക്യുറേറ്റ് കണക്കൊന്നുമല്ല. 17.2 ട്രില്യൺ കോശങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കോശത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം കോശമസ്തിഷ്കം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ കോശത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്താണ്, കോശമസ്തിഷ്കം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്. പിന്നെ റോബർട്ട് ബ്രൗൺ ആണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ന്യൂക്ലിയസ് ആദ്യമായി കണ്ടെത്തിയത്. കോശത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അതിൻ്റെ നടുക്കായിട്ട് കാണപ്പെടുന്ന ന്യൂക്ലിയസ് ആണ്. അത് കണ്ടുപിടിച്ചതാരാണ്, റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ഹുക്ക് ആയിരുന്നു അല്ലേ കോശം കണ്ടുപിടിച്ചത്. റോബർട്ട് ഹുക്കും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗണുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതായത് നമുക്കിപ്പോൾ LGSൻ്റെ എക്സാം ആണ് 2 മാസം കഴിയുമ്പോഴത്തേക്ക് LGSൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ LDCയുടെ എക്സാം കഴിഞ്ഞു, മാർക്ക് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, മാർക്ക് കൂടിയെന്നുണ്ടെങ്കിൽ സന്തോഷിക്കേണ്ട. കാര്യം കട്ട് ഓഫും ഫൈനൽ കീയും ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം മാത്രം സന്തോഷിക്കാം. ജോലി കിട്ടിയ ശേഷം സന്തോഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എക്സാം LDC എക്സാം പാടായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും നല്ല എക്സാംസ് വരും. നമ്മൾ ഒരു എക്സാം നമ്മുടെ എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരുന്ന ഒരു എക്സാം ഉണ്ടാകും. ആ ഒരു എക്സാമിന് മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറുകയുള്ളൂ എന്ന് ഓർക്കുക. എല്ലാ കണ്ടീഷൻസും, ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ എക്സാം ഹാളിൽ ചെല്ലും, ഒരു സ്ട്രെസ്സും ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റും. എക്സാമിന് നമ്മൾ ഉദ്ദേശിച്ച ആൻസർ തന്നെ PSC ആൻസറായിട്ട് എടുത്തു. അതും കൂടി ഇപ്പോൾ കോമഡിയാണ്. ശരി ഉത്തരം തന്നെ PSC ആൻസറായിട്ട് എടുക്കുന്ന രീതിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ PSCക്ക് തോന്നുന്ന ഉത്തരം അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ PSC കറക്റ്റ് ആൻസറായിട്ട് എടുക്കുക. ഇതെല്ലാം അതിനകത്ത് ഘടകമായിട്ട് വരുന്നുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് എക്സാം ഹാളിൽ ചെല്ലണം. 100 കിലോമീറ്റർ ദൂരെയുള്ള എക്സാം ഹാളിലോട്ട്, എനിക്ക് 100 കിലോമീറ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എക്സാം ഹാളിലോട്ട്. അപ്പോൾ 100 കിലോമീറ്റർ ദൂരമുള്ള എക്സാം ഹാളിലോട്ട് നമ്മൾ ചെല്ലണം. നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം എഴുതണം. ശരി ഉത്തരം PSC എടുക്കണം. റാങ്ക് ലിസ്റ്റ് വരണം. റാങ്ക് ലിസ്റ്റിൻ്റെ പുറകിൽ പ്രവർത്തിക്കണം. വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ പോകണം. ഇതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ നമ്മുടെ ലൈഫിലുണ്ട്. PSC ലൈഫ് അങ്ങനെ, PSC സ്റ്റുഡൻറ്റ് ലൈഫേ അങ്ങനെയാണ്. അപ്പോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. അടുത്ത എക്സാം ഉണ്ടെങ്കിൽ എക്സാമിന് പഠിക്കുക. അപ്പോൾ നമുക്ക് ബാലൻസ് നോക്കാം. അപ്പോൾ റോബർട്ട് ബ്രൗൺ ആണ് കോശമസ്തിഷ്കമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. പിന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക്, ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾ പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയും. ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ യൂക്യാരിയോട്ടിക് സെൽ, ഇങ്ങനെ പഠിച്ചു വെക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ പ്രോക്യാരിയോട്ടിക് സെല്ലുകൾക്ക് ന്യൂക്ലിയസ് ഇല്ല എന്നല്ല അർത്ഥം വരുന്നത്. പ്രോക്യാരിയോട്ടിക് സെല്ലുകൾക്ക് പഴയ തരം ന്യൂക്ലിയസ് ആണ്, അതായത് വലിയ ഡെവലപ്ഡ് അല്ലാത്ത ടൈപ്പ് ന്യൂക്ലിയസ് ആണ്. യൂക്യാരിയോട്ടിക് സെല്ലുകൾക്ക് ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ്, യു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ട്രൂ എന്നാണ്. പ്രോ എന്നാൽ പ്രാചീനമായ എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ പ്രോക്യാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. പ്രോക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ഓൾഡ് ടൈപ്പ് ന്യൂക്ലിയസ് ഉള്ള കോശങ്ങൾ. യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടൈപ്പ് ന്യൂക്ലിയസ് ഉള്ള, ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള മനുഷ്യനെ പോലെയുള്ള ജീവികൾ. അപ്പോൾ യു എന്ന വാക്കിന് ട്രൂ എന്നാണ് അർത്ഥം വരുന്നത്. പ്രോ എന്നത് പ്രാചീനമായ എന്നും അർത്ഥം വരുന്നു. അപ്പോൾ ക്യാരിയോ എന്നത് ന്യൂക്ലിയസ് എന്ന അർത്ഥമാണുള്ളത്. അപ്പോൾ പ്രോക്യാരിയോട്ടിക് പഴയ ടൈപ്പ് ന്യൂക്ലിയസ്, ക്യാരിയോ ന്യൂക്ലിയസ് ആണ്. പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ പഴയ ടൈപ്പ്, ക്യാരിയോ ന്യൂക്ലിയസുകൾ, പഴയ, ക്യാരിയോ ന്യൂക്ലിയസുകൾ ഉള്ള സെല്ല്. യൂക്യാരിയോട്ടിക് പുതിയ ടൈപ്പ്, യു പുതിയത്, ക്യാരിയോ ന്യൂക്ലിയസ് പുതിയ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ. അപ്പോൾ പുതിയ ടൈപ്പ് ന്യൂക്ലിയസ്, പുതിയ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായ ന്യൂക്ലിയസ് എന്നല്ല അർത്ഥം വരുന്നത്. അപ്പോഴും ഓർക്കുക, പുതിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം വരുന്നത്, അല്ലാതെ സെക്കൻഡ് ഹാൻഡ് ന്യൂക്ലിയസോ പുതിയ ന്യൂക്ലിയസോ ഒന്നുമല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോക്യാരിയോട്ടിക് പഴയ ടൈപ്പ് ന്യൂക്ലിയസും യൂക്യാരിയോട്ടിക്ക് പുതിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. LGS നമുക്ക് കുറേശ്ശെ ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിച്ച് ഫുൾ ഈ ഒരൊറ്റ പ്ലേലിസ്റ്റിൽ നിന്ന് നമുക്ക് LGSൻ്റെ ഫുൾ സിലബസ് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുവാണ്. അപ്പോൾ ഒരു ദിവസം 2 ദിവസം ഇടവേളകൾ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ വീഡിയോകളായിട്ട് LGSൻ്റെ ഫുൾ ടോപ്പിക് നമുക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ LGS എന്നുള്ള ഒരു ഡ്രീം നിങ്ങൾ മുന്നിൽ കാണുക. അതിൻ്റെ സാലറി സ്കെയിലോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. LGS എപ്പോഴും ഒരു എൻട്രി പോസ്റ്റാണ് എല്ലാവർക്കും. ഒരു സർവീസിലോട്ട് പലരും എൻട്രി ചെയ്യുന്നൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പോസ്റ്റിന് ഒട്ടും വില കുറച്ച് കാണണ്ട. LD പോയി, LDക്ക് സാലറി കൂടുതലായിരുന്നു, അത് കിട്ടിയില്ല.
LGS സാലറി കുറവാണ്, അത് കിട്ടിയിട്ട് കാര്യമില്ല, ഇങ്ങനെ പല തോന്നലുകളും നമുക്കുണ്ടാവും. അതൊന്നും ചിന്തിക്കേണ്ട. ഗവൺമെൻറ് സർവീസിൽ കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ പ്ലേലിസ്റ്റിലുള്ള ഫുൾ വീഡിയോ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.